ഹായ്, ഞാൻ വീണ്ടും വന്നു. എനിക്ക് തീരെ നാണോ മാനോ ഇല്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും വരും. ഞാൻ ഇനിയും വരും. എനിക്ക് മാനോ ഇല്ല, നാണോ ഇല്ല. പിന്നെ നമുക്ക് കഴിക്കാനൊന്നും ആഹാരം ഇല്ലടേ. നമുക്കൊന്നും കഴിക്കാൻ ആഹാരം ഇല്ലാണ്ട് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ചളിവെള്ളം കിട്ടിയാലും നമ്മൾ കുടിക്കണ്ടേ? എൻ്റെ വാപ്പാക്ക് ജോലിക്ക് പോകാൻ വയ്യ. എൻ്റെ വാപ്പ മടിയനാണ്. നമ്പർ 1 കേടിയാ. അതിനും ജോലിക്ക് പോകാനും പോകാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന മനസ്സിലും കണ്ട് ഞാൻ ഇനിയും ജോലിക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? എനിക്കപ്പോൾ ഒന്നല്ലേ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരും. എനിക്ക് ആണോ ഇല്ല, മാനോ ഇല്ല, അഭിമാനോ ഇല്ല, ഒന്നുമില്ല. ഞാനങ്ങനെ ഭയങ്കര തൊലികെട്ടിയാ. ഞാൻ സൂപ്പറാണ്. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ ബിഗ് ബോസ് കണ്ടിട്ടാണ് എന്നെ ഓരോന്ന് പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കുലേറ്റഡ് ഫോമാണ്. അതിനകത്ത് നമ്മൾ എന്ത് സംഭവിച്ചാലും എന്ത് പറയും, എന്തൊക്കെ പറഞ്ഞില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിഷയമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. പിന്നെ എനിക്കെതിരെ പൈസ വാങ്ങിയിട്ട് കുറേ പേര് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിത് കാണുന്നില്ല എന്നല്ല, ഒന്നും പറയാനില്ല. കാശൊക്കെ ഉണ്ടാക്കിക്കോ. പക്ഷേ ഞാൻ തിരിച്ചൊരു കാര്യം ചെയ്യും. അപ്പം കരയരുത്. എൻ്റെ കയ്യിലുള്ള റെക്കോർഡ്സിനെ പുറത്തു വിടും. എനിക്കറിയാം ഇമോഷണലി എവിടെ തട്ടണം എന്നുള്ളത്. പിന്നെ ഞാൻ പൈസ വാങ്ങിയെന്ന് പറയുന്നത് എനിക്ക് ലക്ഷക്കണക്കിന് രൂപ തരാനുണ്ട്. എന്നെ വെച്ച് പൈസ ഉണ്ടാക്കിയവരാണ് ഇവരൊക്കെ. തെളിവുണ്ട് എൻ്റെ കയ്യിൽ. എന്നെ കൊണ്ട് നിർബന്ധിക്കരുത്. ഞാൻ ഉണ്ടാക്കി പിരിവെട്ടിക്കുന്ന ആളാണ് ഞാൻ. സിജു പറഞ്ഞാൽ ഞാൻ കാട്ട് തീട്ടമാണ്. അത് മറന്നു. ഒരിടത്ത് പെട്ടുപോയി നമ്മൾ. അതൊരു പ്രഷർ കുക്കറാണ്. അവിടെ എനിക്ക് പലതും സംഭവിക്കും. നമ്മളാണെങ്കിൽ സംഭവിക്കത്തില്ലേ? 10-20 പേരുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ ഞാൻ ആരുമായിട്ടും ഒരു ഇടപാടുമില്ല. അപ്പം എനിക്ക് നെയിൽ കട്ടർ തരുമോ? തരത്തില്ല. അപ്പം ഞാൻ എന്തു ചെയ്യും? എന്തരടേ നിങ്ങൾ മനസ്സിലാവുന്നില്ലേ? നെയിൽ കട്ടറില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കടിച്ചു കളയും. അപ്പം കാലിനായാലെന്താ? റിമൂവ് ചെയ്ത് നിങ്ങൾ ഈ വേറെ ചിന്തിക്കരുത്. പിന്നെ എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എന്നോടുള്ള സ്നേഹം മൊത്തത്തിൽ കണ്ണൂർ, കാസർഗോഡ്, തമിഴ്നാട്, പടിഞ്ഞാട്, ലണ്ടനിന്ന് ഒരാളൊന്നും പുനലൂരുന്ന കൊച്ചു ഗ്രാമത്തിനെ ഞാൻ ഫേമസ് ആക്കി. അത്രയും നല്ല ഞാൻ, അത്രയും ഡീസൻ്റായ ഞാൻ, അത്രയും ഇതായ ഞാൻ സൂപ്പറാ. പിന്നെ ഞാൻ ചപ്പറിയും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അതിനകത്ത് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പ്രഷർ കുക്കറിനകത്തായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങനെ ഈ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ ക്ലാരിറ്റി ഒക്കെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ക്ലെൻസിങ് അടിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് പറയുന്നത്. അത് മാത്രമല്ല ക്ലെൻസിങ് ആയി. ഞാൻ മനസ്സിലാക്കണം. എന്തുവാടേ മനുഷ്യ ക്ലെൻസിങ് ആവാൻ പാടില്ലേ? ക്ലെൻസിങ് ആവണ്ടേ? ഒരാൾ ക്ലെൻസിങ് ആവാനും നിങ്ങൾ സമ്മതിക്കത്തില്ലേ? ക്ലെൻസിങ് ആയ എന്താ കുഴപ്പം? ഒരു ക്ലെൻസിങ് ആവണ്ടേ? ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞോണ്ടേ ബിഗ് ബോസ് പോലെ വായിരിക്കണം. അത്ര പള്ളം വിളിച്ച് കേട്ട് ഞാൻ പാട്ട് 4 എണ്ണം വരെ വെച്ചൊഴിഞ്ഞ്. എന്നാലും എനിക്ക് ഒരു തൊലിക്കട്ടി ഭയങ്കര തൊലിക്കട്ടി എന്ത് പറയല്ല. കത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവിടെ വന്നൊരു കത്ത്. അതെന്താണെന്നല്ലേ നിങ്ങളെ വിചാരം? അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒരു കത്ത് വന്നു, അത്ര തന്നെ. ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് പേര് ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് പോയി. അവരവിടെ ചെന്നാൽ നമുക്ക് ഡ്രസ്സ് അയച്ചു തരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മരുന്നുണ്ട്, എനിക്ക് തലയ്ക്ക് സുഖമില്ല തന്നെ എനിക്ക് മരുന്നൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ബാബാ. പക്ഷേ അവർ തന്നില്ല. അവരത് തരാതിരുന്നപ്പോഴത്തേക്ക് കത്ത് കൊടുത്തു വിട്ടു. അതെല്ലാവർക്കും കിട്ടുന്ന കത്താ, എല്ലാവർക്കും കൊടുക്കും. നിങ്ങളിങ്ങനെ ചെയ്യണം, നിങ്ങളങ്ങനെ ചെയ്യണം, നിങ്ങളങ്ങനെ ചെയ്യുമ്പോഴല്ല അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും പറയും ഞാൻ സൂപ്പറാ. സത്യമായിട്ട് ഞാൻ സൂപ്പറാ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വന്ന് ഇങ്ങനെ പിടിക്കണം. എന്നെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇത്രയും മനസ്സർ വന്ന് എന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ ഭയങ്കര സൂപ്പറല്ലേ? ഞാനാണ് റോൾ മോഡൽ. ഇനി ആധുനിക കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റോൾ മോഡൽ ഞാനാണ് റോൾ മോഡൽ. ഐ ആം ദ വൺ.
പിന്നെ നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമുണ്ട്, ഞാനത് നീ പറയും. എൻ്റെ വിവാഹമോ? എന്നെ വിവാഹം കഴിക്കാനോ? ആര്? എന്തിന്? എന്തുവാടേ? ഒരു പെണ്ണ് വിവാഹം കഴിക്കാനാണോ ജീവിച്ചിരിക്കുന്നത്? ഒരു പെണ്ണിന് ജീവിച്ചിരിക്കാൻ അർഹതയില്ലേ? വിവാഹമോ? ഞാനോ? എൻഗേജ്മെൻറ്റോ? അതിപ്പോൾ എന്നെ ഇഷ്ടമുള്ളവർ പലരും എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കും. പിന്നെ ഒരു 7 മാസമാണ് ഒരു പ്രോപ്പർ ഡേറ്റ്. 7 മാസം അവർ ഞാനിന്ന് നോക്കും. ഞാനിന്ന് ക്ലെൻസിങ് ചെയ്യുന്നതാണ്. അവരൊന്ന് ക്ലെൻസിങ് ചെയ്യുമ്പം എനിക്കൊരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി വെച്ചിട്ട് ഞാൻ ആ ക്ലെൻസിങ്ങിൻ്റെ മേളിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്ന് നോക്കും. അപ്പോൾ ഈ ക്ലെൻസിങ്ങിൻ്റെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരെനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. 9,000 രൂപയുടെ ഡയമണ്ട് റിങ് ഞാൻ മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ ഡയമണ്ട് റിങ്, പിന്നെ എൻ്റെ അനിയൻ്റെ പഠിത്തം, പിന്നെ എനിക്ക് എൻ്റെ ഉമ്മയുടെ പപ്പട കേടിയുടെ എല്ലാവരുടെ ബ്ലോക്കിനുള്ള പണം, നാട്ടുകാരെ വലിപ്പിക്കാൻ വേണ്ടിയിട്ട് 10,000-25,000 രൂപ ഒക്കെ എനിക്ക് വേണം. ഞാൻ കൊട്ടീസം കൊടുക്കും. അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുകയാണ്. എന്നെ ഇനി ചുരണ്ടിയാ ഞാൻ കൊട്ടേസം കൊടുക്കും. ഇനി ഞാൻ ഇറങ്ങിയെന്ന് ഓരോന്ന് പറഞ്ഞാൽ പിന്നെ നീ കണ്ണക്ക് പിരിവെട്ടി അകത്തേറിയിരിക്കും. അത് ഓർത്തു. ഏത് തന്തയില്ലാത്തവനാണെങ്കിലും ഞാൻ അണ്ണക്ക് പിരിവെട്ടിക്കും. അത് ഓർത്തുകൊള്ളണം. ഞാനൊരു വരം എന്നെ കൊണ്ട് ഇത് ചെയ്യരുത്. അതാണ് ഞാൻ പറയുന്നത്. എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കും. പിന്നെ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പിന്നെ ആവൂലേ, നമ്മളൊരു പ്രതീക്ഷയിലൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പക്ഷെ നമ്മൾ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. എനിക്ക് ലക്ഷങ്ങൾ തരാനുണ്ട് അറിയാമോ? എനിക്ക് ലക്ഷങ്ങൾ തരാനുള്ളവരാണ് എൻ്റെ അടുത്ത് നിന്ന് 2 രൂപയുടെ കണക്ക് പറഞ്ഞിട്ട് വരുന്നത്. എൻ്റെ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിച്ചവനാണ് എൻ്റെ അടുത്ത് നിന്ന് 2 രൂപയുടെ കണക്ക് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് 2 രൂപയുടെ 2 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നത്. ഒരു ഉടുപ്പിന് തന്നെ 6,000 രൂപയാണ് മിനിമം. ഇച്ചിരി ക്വാളിറ്റി ഉള്ളൊരു മിനിമമാണ് 6,000 രൂപയാണ്. 10,000 രൂപയെ കുറഞ്ഞ് കൊളാബ് ചെയ്യാനായിട്ടൊരു ഉടുപ്പ് കിട്ടത്തില്ല. അങ്ങനെ കിട്ടിയ ഉടുപ്പുകൾ എണ്ണം എടുത്ത് കഴിഞ്ഞാൽ 50 ദിവസത്തെ ഉടുപ്പുകൾ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 1,000 രൂപ വെച്ചിട്ടാണെങ്കിൽ പോലും 50 ഉടുപ്പാകുമ്പോൾ 50,000 രൂപ ആയില്ലേനോ? ആണോ? ഇതൊക്കെ ആര് കൊടുത്തതാ? ഞാൻ എൻ്റെ അഡ്വാൻസ് നേരത്തെ കൊടുത്തതാ. എനിക്കൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റേറ്റിനനുസരിച്ചിട്ട് ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടു. പോയിട്ട് പിന്നെ എനിക്ക് തരാനുള്ള പൈസ തരാതെ ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് വസൂലാക്കാൻ പറ്റുള്ളൂ. എന്തുവാടേ? നോക്കണ്ട, ഞാനിങ്ങനെയൊക്കെയാ. പിന്നെ എന്നെ ഒരുപാട് അങ്ങോട്ട് ഇൻസൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാട്ടുതീയാം. ഞാൻ തീപ്പെട്ടി ഒഴിച്ച് ഞാൻ പെട്രോൾ ഒഴിച്ച് സാധനത്തിലിട്ട് തരും. നിങ്ങളുടെ ചാനലൊക്കെ അടിച്ചോളാൻ എന്നെ കൊണ്ട് പറ്റും. ഞാൻ 25,000 രൂപ കൊടുത്താൽ മതി. അതിപ്പോഴും ചെയ്യാൻ ആളുണ്ട് എനിക്ക്. ഞാനതങ്ങനെ ചെയ്യും. ഞാൻ എല്ലാവരുടെ അന്നം മുട്ടിക്കും. അതിനകത്ത് തറക്കൊന്നുമില്ല. അയ്യോ, മൂക്കൊലിക്കൂലേ? മൂക്കൊലിക്കും. അവരൊക്കെ മൂക്കൊലിക്കുന്ന കുഴപ്പമാണോ? നിങ്ങളതൊന്ന് കഴിച്ചു നോക്കൂ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ആ ടേസ്റ്റ് അറിയാൻ അർഹതയില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്നത്. നിങ്ങൾ കഴിച്ചു നോക്കണം. നിങ്ങൾക്കൊരു ഒരു വാഴക്കാരി അറിയത്തില്ല. പിന്നെ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറഞ്ഞ വൃത്തിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെയ്തുകൂടെ? നമുക്ക് ജീവിക്കുന്ന വൃത്തിയില്ലാത്തോണ്ടല്ലേ എടേ നമ്മൾ ഒരിടത്ത് പോകുന്നടേ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്നത് ചെളിവെള്ളമാണെങ്കിൽ നമ്മൾ കുടിക്കണ്ടേ? അപ്പോൾ വെള്ളം തയ്ച്ചാൽ നമ്മൾ കുടിക്കണ്ടേ? കക്കൂസിനകത്തുള്ള വെള്ളം ഞാൻ കുടിക്കും. എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ കക്കൂസിലെ വെള്ളം കുടിച്ച എന്നെ പിന്നെ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്കറിയോ കേരളത്തിലെ അമ്മമാർ എൻ്റെ ഒപ്പ അറിയോ? കൊച്ചു വാവ തൊട്ട് മുതുക്കി തള്ളമാർ വരെ എൻ്റെ ഒപ്പ അറിയോ? എന്നെ മരുമകളാക്കാനായിട്ട് ലൈനിൽ നിൽക്കുകയാണ്. അറിയോ നിങ്ങൾക്ക്? എന്നെ ലൈനിൽ നിൽക്കണേ. എന്തെല്ലാം ദ്രോഹങ്ങളാണ് എന്നെ ചെയ്യുന്നതെന്ന് അറിയാമോ? കുത്തിപ്പുഴുത്ത് തീർന്നിട്ട് വീണ്ടും ഞാനൊരു പിന്നെ ഇതെല്ലാം ഇൻഷാല്ലാ ഞാൻ പടച്ചവൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. പടച്ചവനെ മറുതരുന്നത്. പടച്ചവൻ മറുപടി തരും. പടച്ചവൻ തരും. ഞാൻ തെറ്റ് ചെയ്തു. ഒരൊറ്റ തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ. ഒരൊറ്റ തെറ്റ്. ആ തെറ്റിനാണോ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? നിങ്ങൾ മനുഷ്യരാണോ?
മറന്നു ആടാൻ. ആടി ഇതും കൂടെ പറയാൻ ഒക്കത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തോണേ. രണ്ടും കൂടെ എന്നെ കൊണ്ട് എത്തത്തില്ല. അതുകൊണ്ടാണേ. പോട്ട് മൈനസ് കട്ട് എഡിറ്റ് സ്റ്റാർട്ട് ആക്ഷൻ. എന്തുവാടേ? എന്തുവാ? മനസ്സിലാണോ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് മനസ്സിൽപ്പെട്ടില്ല? ഒരു വ്യക്തി ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ? ഞാൻ ആളെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആളെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരുടെ അടിയിൽ പോയി ഡാഷ് ഡൂഷ് ഡിഷ് അഡിഷ് ഡുഷ് ഡിഷ് ഡിഷ് കുട്ടപ്പനെന്നും അപ്പം എന്നും എഴുതി വയ്ക്കാൻ ഞാൻ ആളെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ കബിയാറിന് എൻ്റെ നിലവാരമാണ്. എൻ്റെ അതേ നിലവാരത്തിൽ കമൻസ് ഇങ്ങനെ പിഴിമരിയായിട്ട് പൊഴിഞ്ഞു വീഴും ഇങ്ങനെ. അയ്യോ എനിക്കൊന്ന് പറയാ. ക്ലൻസിങ് ആണ് ഗൈസ്, ക്ലൻസിങ്. പ്രഷർ കുക്കർ പോലുള്ള സ്ഥലമല്ലേ അത്. ഇനി ഞാനും ചപ്രി ഞാനും തമ്മിൽ, എനിക്ക് ചപ്രിയുടെ ഫ്രണ്ടാണ്. ചപ്രി എൻ്റെ വാക്കാണ്, ചപ്രി എൻ്റെ മൂക്കാണ്, ചപ്രി എൻ്റെ മൂക്കളയാണ്. ഒന്നുമില്ലെങ്കിലും കായ്സ എൻ്റെ മൂക്കള തിന്നവനല്ലേ അവൻ. എനിക്കിഷ്ടപ്പെടൂലേ? തെറ്റാണോ? പറ. ഞാൻ സൂപ്പറാ. കുറേ ഷൊട്ടകളുണ്ട്, ഷൊട്ടകൾ. അവരങ്ങനെയൊക്കെ ഓരോന്ന് പറയും. ആര് മൈൻഡ് ചെയ്യും? ഞാനിവിടെ പ്രോഗ്രാം ചെയ്യാനാണ്. പിന്നെ ഞാൻ വീണ്ടും വരും. എനിക്ക് വീഡിയോ ഇട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. നാട്ടുകാരെ പോലെയൊന്നുമല്ല. അവർക്ക് പഠിച്ചൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ച് കുറേ വീഡിയോസൊക്കെ ചെയ്യും. പക്ഷെ ഞാനങ്ങനെയല്ല. എൻ്റെ ഇതിലൊക്കെ ഉള്ളത് ഇതാണ്. This is my main point. This is my main motion. ഷൊണ്ണെ സൂപ്പറാ. പിന്നെ എനിക്ക് എന്തായാലും പ്രശ്നമാണ് ചോരച്ചാല മാറ്റണമെങ്കിൽ ഞാൻ ആരെങ്കിലും ഒക്കെ കൂടെ വയ്ക്കും. അതിപ്പോൾ എന്താ? എന്തുവാടേ? നിങ്ങൾക്കൊന്നും ചൊറിയില്ലേ? നിങ്ങൾക്ക് ചൊറിയാമോ? നിങ്ങൾക്ക് ചൊറിയെങ്കിൽ എനിക്ക് ചൊറിഞ്ഞൂടെ? എനിക്ക് ചൊറിഞ്ഞൂടെ? ഞാൻ മനുഷ്യനല്ലേ? ക്ലെൻസിങ്. പ്രഷർ കുക്കറിനകത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ക്ലെൻസിങ് അടിച്ച് വന്നു. ക്ലാരിറ്റി ഇല്ലായിരുന്നു. അത് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്ലാരിറ്റി ഇല്ല, അതൊരു കുറ്റം. നിങ്ങൾക്ക് മാത്രമേ ക്ലാരിറ്റി വേണ്ടൂ, എനിക്ക് വേണ്ട ക്ലാരിറ്റി. എനിക്കില്ല. ഷർട്ടാണ്. ക്ലെൻസിങ് അടിച്ച് വന്ന എന്നോട് പിന്നെ നിങ്ങളിങ്ങനെ പറയരുത്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്ത് വിട്ടാൽ എല്ലാം അണ്ണക്കിൽ പിരിവെട്ടി നിൽക്കും. അത് മറന്നുകൊണ്ട. ഏതായാലും എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്ന നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്നെ കൊച്ചു കുട്ടികൾ തൊട്ട് മുതുക്കി കിളവികളും ഇങ്ങനെ പിടിച്ച് സ്നേഹിക്കും. ഇനി മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ ഇടും. പിന്നെ എനിക്കെതിരെ കുറേയധികം റിപ്പോർട്ട്സ് കൊണ്ട് പലരും വരുന്നുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ തെളിവുണ്ടാ? ഒരു തെളിവ് ഞാൻ വിട്ടുവെച്ചിട്ടുണ്ടോ? അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത പക്കവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഷൊണ്ണകളെ ഞാൻ സൂപ്പറാ. അതൊരു ടേസ്റ്റാണ്, സൂപ്പറാ. എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് മനസ്സിലാക്കാം നിങ്ങൾ. ഞാൻ ഒരിടത്ത് പെട്ടുപോയി, അവിടെ വേറെ വഴിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ ചെയ്തുള്ളൂ. എനിക്കൊരുപാട് തെറ്റുകൾ പറ്റി. എനിക്കൊരു തെറ്റ് പറ്റി. ആ ഒരൊറ്റ തെറ്റെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളെ പറ്റിച്ച്. നിങ്ങൾ കയ്യോടെ പൊക്കി, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, കമൻസിൽ വന്നല്ലൊക്കെ എഴുതി വെച്ചാൽ ഞാൻ ആളെ ഇറക്കിയിട്ടുണ്ട്. ഷൊട്ടകളെ ഞങ്ങൾക്ക് ആളെ ഇറക്കിയിട്ടുണ്ട്. നിനക്കൊക്കെ മറുപടി അണ്ണാക്കി തരും. ഷൊട്ടകളെ കാശുണ്ട് എൻ്റെ കയ്യിൽ. കാശ് 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നവരെൻ്റെ കൂടെയുണ്ട്. ഐ ഹാവ് കാശ്. ഡോളർ